ഹലോ ഹായ് എല്ലാവർക്കും ലെന്നോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതുകൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഡിസംബർ മാസത്തിലെ മുഴുവൻ കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ഡിസംബർ 1 തൊട്ട് 31 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സമയം ഒട്ടും കളയുന്നില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് സ്റ്റേറ്റ് ഈസ് ഗോയിങ് ടു ഹോസ്റ്റ് ദ പ്രസ്റ്റീജിയസ് KIYJ and KIPG in the year 2025. അതായത് KIYG എന്ന് പറയുമ്പോൾ എന്താണ്? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അല്ലെ. KIPG പറയുമ്പോഴോ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്. ഇപ്പൊ 2025 നടക്കാൻ പോകുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനും ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിനും വേദിയാകാൻ പോകുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2025 നടക്കാൻ പോകുന്നത് അല്ലെ. ഏതാണ്? The right answer is Bihar. Okay. Bihar is going to host the prestigious Khelo India Youth Games and Khelo India Para Games in the year 2025. ബീഹാർ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? പ്രാചീന കാലത്ത് മഗധ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ അല്ലെ. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ്. സാക്ഷരതയും അവിടെ കുറവാണ്. ജനസാന്ദ്രത എന്നാൽ കൂടുതലാണ്. സാക്ഷരത കുറവും ജനസാന്ദ്രത കൂടിയതുമായിട്ടുള്ള സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്താണ്. മൈഥിലി ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനമാണ്. ബാലവേല തടയുന്നതിനായിട്ട് ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനമാണ് ഇത് ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൃഷി മന്ത്രിസഭ രൂപീകരിച്ച സംസ്ഥാനമാണ് ബീഹാർ. 2016 ഏപ്രിൽ 1 മുതൽ മദ്യനിരോധനം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ബീഹാർ. GST ബിൽ പാസാക്കിയ 2ാമത്തെ സംസ്ഥാനമാണ് ബീഹാർ. നിലവിൽ വന്നത് 1956 നവംബർ 1 തന്നെയാണ്. തലസ്ഥാനം പാറ്റ്നയാണ്. സംസ്ഥാന മൃഗം കാളയാണ്. സംസ്ഥാന പക്ഷി അങ്ങാടിക്കുരുവിയാണ്. സംസ്ഥാന പുഷ്പം കച്ച്നാർ. ഓക്കെ, ബീഹാറിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം അത് ബീഹാറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനവും ബീഹാർ തന്നെയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന ഒരു സംസ്ഥാനമാണ് ഇത് ബീഹാർ എന്ന് പറയുന്നത് അല്ലെ. ബീഹാറിലെ ഡിജിറ്റൽ സാക്ഷരത വളർച്ചയ്ക്ക് സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുണ്ട്. അത് ചോദിക്കാറുണ്ട്. ആ പദ്ധതിയുടെ പേരെന്താണ്? പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ എന്നാണ്. പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരത അഭിയാൻ എന്നാണ് ആ പദ്ധതിയുടെ പേര്. ബീഹാറിലെ ഡിജിറ്റൽ സാക്ഷരത വളർച്ചയ്ക്ക് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരത അഭിയാൻ. അടുത്ത ചോദ്യമാണ് 2ാമത്തെ ചോദ്യം. ഹു വിൽ ഹോസ്റ്റ് ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഗ്ലോബൽ കോൺഫറൻസ് ദിസ് ഇയർ? അപ്പൊ വേദിയാകുന്ന ചോദ്യങ്ങളാണല്ലേ. ആദ്യത്തെ ചോദ്യം അത് തന്നെയായിരുന്നു. 2ാമത്തെ ചോദ്യം നോക്കിയേ. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഗ്ലോബൽ കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാണ്? ഈ വർഷം വേദിയാകുന്നത് 2025 വേദിയാകുന്നത് എവിടെയാണ്? ഇന്ത്യയിലാകുന്നത് കേട്ടോ. അപ്പം റൈറ്റ് ആൻസർ ഈസ് ഇന്ത്യ. ഇന്ത്യ വിൽ ഹോസ്റ്റ് ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഗ്ലോബൽ കോൺഫറൻസ് ദിസ് ഇയർ. 3ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് സ്റ്റേറ്റ്സ് ടീം വോൺ ദ 14th ഹോക്കി ഇന്ത്യ സീനിയർ മെൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് 2024? വിച്ച് സ്റ്റേറ്റ്സ് ടീം വോൺ ദ 14th ഹോക്കി ഇന്ത്യ സീനിയർ മെൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് 2024? The right answer is Odisha. Odisha won the 14th Hockey India Senior Men National Championship 2024. ഒഡീഷ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ആത്മാവാണ് അല്ലെ. അപ്പൊ ഇന്ത്യയുടെ ഹൃദയം ഏതാണ്? മധ്യപ്രദേശാണ് കേട്ടോ. ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഒഡീഷ. പ്രാചീന കാലത്തൊക്കെ കലിംഗ, ഉത്കല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. വൈദ്യുതിയുടെ ഉൽപാദനവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ സംസ്ഥാനമാണ്. പ്രാവിനെ തപാൽ സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സംസ്ഥാനമാണ്. മാംഗനീസ് ഉണ്ടല്ലോ, അത് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിച്ചിരുന്ന സംസ്ഥാനമാണ്. പിന്നെ ഇന്ത്യയുടെ ആത്മാവ് നമ്മൾ പറഞ്ഞല്ലോ, പ്രശസ്തമായ കലിംഗ യുദ്ധം. അതുകൊണ്ട് തന്നെ പ്രാചീന കാലത്ത് കലിംഗ എന്ന പേരുകൾ അറിയപ്പെടുന്നത്. പ്രശസ്തമായ കലിംഗ യുദ്ധം നടന്ന സംസ്ഥാനമാണ്. പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? രൂപീകരിച്ച വർഷം 1986 നവംബർ 1 തന്നെയാണ്. തലസ്ഥാനം ഭുവനേശ്വരാണ്. ഓക്കെ, ഹൈക്കോടതി കട്ടക്. സംസ്ഥാന മൃഗം സംബാർ. സംസ്ഥാന പക്ഷി ഇന്ത്യൻ റോളർ. സംസ്ഥാന പുഷ്പം താമരയാണ്. കന്നുകാലികൾക്കായി രക്തബാങ്ക് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സാനിറ്ററി നാപ്കിൻ നൽകുന്നതിനായി ഖുഷി പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ എന്ന് പറയുന്നത്. അപ്പൊ കന്നുകാലികൾക്കായി രക്തബാങ്ക് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ്. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സാനിറ്ററി നാപ്കിൻ നൽകുന്നതിനായി ഖുഷി പദ്ധതി ആരംഭിച്ച സംസ്ഥാനവും ഏത് തന്നെയാണ്? ഒഡീഷ തന്നെയാണ്. അടുത്ത ചോദ്യം 4ാമത്തെ ചോദ്യം. ഹു വോൺ ദിസ് ഇയേഴ്സ് മിസ് യൂണിവേഴ്സ് ബ്യൂട്ടി ക്രൗൺ? അതായത് ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ കിരീടം നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? വിക്ടോറിയ കെജർ. ഓക്കെ,
ഡെൻമാർക്കിൽ നിന്നുള്ള വിക്ടോറിയ കേജിയർ ആണ് ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ കിരീടം സ്വന്തമാക്കിയത്. മെക്സിക്കോയിൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ 120 രാജ്യങ്ങളിൽ നിന്നും സുന്ദരികളെ പിന്തള്ളിയാണ് വിക്ടോറിയ കിരീടം അണിഞ്ഞത്. മിസ് യൂണിവേഴ്സ് മത്സരത്തിന്റെ 73ാം പതിപ്പിനാണ് മെക്സിക്കോ സിറ്റി വേദിയായത്. ഡെൻമാർക്കിൽ നിന്നുള്ള ആദ്യത്തെ മിസ് യൂണിവേഴ്സ് ജേതാവാണ് വിക്ടോറിയ കെജിയർ. മിസ് നൈജീരിയ ചിഡിമ ആറ്റ്ഷിനാക്കാണ് 2ാം സ്ഥാനം. ആദ്യത്തെ രാജ്യമായ മെക്സിക്കോയുടെ മരിയ ഫെർണാണ്ടസ് 3ാം സ്ഥാനം നേടി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച മത്സരത്തിൽ പങ്കെടുത്ത റിയ സിൻഹ മികച്ച 30 പേരുടെ പട്ടികയിൽ ഇടം നേടി. ബാർബി ഡോളുമായുള്ള സദസ്യത്തിന്റെ പേരിൽ ഹ്യൂമൻ ബാർബി എന്ന് വിളിപ്പേരുള്ളയാളാണ് 21-കാരിയായ വിക്ടോറിയ കേജ്. നർത്തകിയാണ്, ഒരു സംരംഭകയാണ്, ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗിൽ ബിരുദധാരിയും കൂടിയാണ് വിക്ടോറിയ കേജ്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. Where was the 19th G20 Leaders Summit held? Where was the 19th G20 Leaders Summit held? ഈ വർഷത്തെ G20 ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് എന്നാണ് ചോദ്യം. എവിടെയാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ബ്രസീൽ, അല്ലെ? ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് ഈ വർഷത്തെ G20 ഉച്ചകോടിക്ക് വേദിയായത്. ആഗോള ഐക്യ നീക്കത്തിനായി ആഹ്വാനം ചെയ്ത G20 ഉച്ചകോടി പട്ടിണിക്കെതിരെ ഒറ്റക്കെട്ടായുള്ള പോരാട്ടം, കാലാവസ്ഥാ ഫണ്ടിംഗ് വർധന, ശതകോടീശ്വരന്മാർക്കുള്ള ആഗോള നികുതി, UN രക്ഷാസമിതിയുടെ വിപുലീകരണം എന്നിങ്ങനെ ലക്ഷ്യങ്ങളും ചൂണ്ടിക്കാട്ടി സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ഉച്ചകോടിയിലെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പങ്കെടുത്തത്. ചോദ്യം, 6ാമത്തെ ചോദ്യം. വേർ വാസ് ദ ഫസ്റ്റ് എവർ ബോഡോലാൻഡ് മഹോത്സവ് ഹെൽഡ് ഇൻ? ബോഡോലാൻഡ് മഹോത്സവ് എവിടെയാണ് നടന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. അപ്പൊ വേർ വാസ് ദ ഫസ്റ്റ് എവർ ബോഡോലാൻഡ് മഹോത്സവ് ഹെൽഡ് ഇൻ? റൈറ്റ് ആൻസർ ഈസ് ന്യൂഡൽഹി. ഇന്ത്യയുടെ ക്യാപിറ്റലാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശമാണ്, അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ കേന്ദ്രഭരണ പ്രദേശമാണ്. സ്വന്തമായി ഹൈക്കോടതിയുള്ള ഇന്ത്യയിലെ ഒരേ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ന്യൂഡൽഹി എന്ന് പറയുന്നത്. ആദ്യ ദേശീയ ഗെയിംസ് നടന്ന സ്ഥലം 1951 ദേശീയ ഗെയിംസ് നടക്കുന്നത്. അപ്പൊ അത് നടന്ന എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. 2010 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ റേഷൻ കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഇത് ഡൽഹിയാണ്. ഡൽഹിയുടെ പഴയകാല നാമം എന്ന് പറയുന്നത് ഇന്ദ്രപ്രസ്ഥം എന്നാണ്. ഡൽഹി സ്ഥിതി ചെയ്യുന്ന നദീതീരം എവിടെയാണ്? യമുനയിലാണ്. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയായിരുന്നു ആദ്യം. കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് 1911 കേന്ദ്രഭരണ പ്രദേശമായ വർഷം 1956 നവംബർ 1 അവിടെ ഔദ്യോഗിക പക്ഷിയുണ്ട്, അങ്ങാടി കുരുവി. ഹൗസ് സ്പാരോ എന്നറിയപ്പെടുന്ന അങ്ങാടി കുരുവിയാണ് അവിടുത്തെ ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത്. ഔദ്യോഗിക മൃഗം ബ്ലൂ ബൾ, നീൽഗായാണ് അവിടുത്തെ ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത്. ഡൽഹി ദർബാർ ചടങ്ങിൽ വെച്ച് ന്യൂഡൽഹി നഗരത്തെ തറക്കല്ലിട്ട രാജാവ് ആരാണ്? ജോർജ് 5 ഡൽഹി സുൽത്താനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണ്? റസിയ സുൽത്താനയാണ്. ഹുമയൂണിന്റെയും റസിയ സുൽത്താനയുടെയും ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ഡൽഹിയിൽ തന്നെയാണ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് മൂവ്മെന്റ് ഇല്ലേ, അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് മൂവ്മെന്റ് നടന്ന സ്ഥലം ഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പക്ഷികൾക്ക് വേണ്ടിയുള്ള ചാരിറ്റി ആശുപത്രി സ്ഥാപിതമായ സ്ഥലം ഡൽഹിയാണ്. 1857 വിപ്ലവം ഡൽഹിയിൽ നയിച്ചത് ജനറൽ ഭക്തഖാനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് CNG ബസ് ഓടിയ നഗരം ഡൽഹിയാണ്. ഡൽഹിയിലെ പ്രധാന സ്റ്റേഡിയങ്ങൾ ഏതൊക്കെയാണ്? ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം, ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്നിവയ്ക്കാണ് ഡൽഹിയിലെ പ്രധാന സ്റ്റേഡിയങ്ങൾ എന്ന് പറയുന്നത്. ഡൽഹിയിലെ മെട്രോ ആരംഭിച്ച വർഷം എപ്പോഴാണ്? 2002 ഡിസംബർ 25 ഡൽഹിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 239A ആണ്. രാജ്യത്തിന്റെ സമരത്തെരുവ് എന്നറിയപ്പെടുന്ന ജന്തർ മന്ദിർ, അല്ലെ? ജന്തർ മന്ദിർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? രാജ്യത്തിന്റെ സമരത്തെരുവ് എന്നാണ്. രാജ്യത്തിന്റെ സമരത്തെരുവ് എന്നറിയപ്പെടുന്ന ജന്തർ മന്ദിർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ഹബ്ബാണ് ഡൽഹി എന്ന് പറയുന്നത്. കാർ ഫ്രീ ഡേ ആചരിച്ച ആദ്യ നഗരം അത് ഡൽഹിയാണ്. കാർ ഫ്രീ ഡേ ആചരിച്ച ആദ്യ നഗരം ഏതാണ്? ഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച നഗരം അത് ഡൽഹി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച നഗരം ഡൽഹി. ഇന്ത്യയിലെ ആദ്യ ഫുഡ് ബാങ്ക് ആരംഭിച്ച നഗരം. ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലായ തീഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം. ഒരുപാട് ചോദ്യങ്ങൾ, ഒറ്റ ഉത്തരം. എന്താണ്? ന്യൂ ഡൽഹി. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. വേർ വാസ് ഇന്റർനാഷണൽ ടൂറിസം മാർട്ട് ഓർഗനൈസ്ഡ് റീസെന്റ്? ഇന്റർനാഷണൽ ടൂറിസം മാർട്ട് ഓർഗനൈസ്ഡ് റീസെന്റ് എവിടെ വെച്ചിട്ടായിരുന്നു? കാസിരംഗ നാഷണൽ പാർക്കിൽ വെച്ചിട്ടായിരുന്നു എന്താ ഇന്റർനാഷണൽ ടൂറിസം മാർട്ട് ഓർഗനൈസ് ചെയ്തത്. എവിടെയാണ് കാസിരംഗ നാഷണൽ പാർക്ക്? എവിടെയാണ്? അസമിലാണ്, അല്ലെ? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടീയുടെ ആകൃതിയിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അസം, അല്ലെ?
ചുവന്ന നദികളുടെയും നീലക്കുന്നുകളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ്. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. പിന്നെ എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, അതുകൊണ്ടാണ് ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് അല്ലെ. അഹോം രാജവംശം ഭരണം നടത്തിയിരുന്ന സംസ്ഥാനമാണ്. അഹൂസ് കലാപം നടന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. ബോഡോ ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്. പ്രാചീന കാലത്ത് കാമരൂപ എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. പ്രാചീന കാലത്ത് എന്തായിരുന്നു? അസമിന്റെ പഴയ പേരെന്തായിരുന്നു? കാമരൂപ എന്നായിരുന്നു. മുഗ സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. പ്രാചീന കാലത്ത് പ്രസിദ്ധമായിരുന്ന ജാപ്പി തൊപ്പികൾ നിർമ്മിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? അസം എന്ന് പറയുന്നത്. അറേബ്യൻ ചരിത്രകാരനായിട്ടുള്ള അൽബറൂണിയുടെ രചനകൾ പരാമർശിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് അസമാണ്. നിലവിൽ വന്നത് 1956 നവംബർ 1 തലസ്ഥാനം ദിസ്പൂർ ആണ്. സംസ്ഥാന മൃഗം ഒറ്റക്കൊമ്പൻ കാട്ടാമൃഗമാണ്. സംസ്ഥാന പക്ഷി വൈറ്റ് വിങ്ഡ് ഡക്ക് ആണ്. പ്രധാന ദേശീയോദ്യാനങ്ങൾ എന്തൊക്കെയാണ്? അവിടുത്തെ പ്രധാന ദേശീയോദ്യാനങ്ങൾ ഒരെണ്ണം എന്ന് പറഞ്ഞു, കാസിരംഗ നാഷണൽ പാർക്ക്, പിന്നെ മനാസ് ഓറഞ്ച് നാഷണൽ പാർക്ക്, നമേരി നാഷണൽ പാർക്ക്, ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക് ഒക്കെ അവിടുത്തെ പ്രധാന നാഷണൽ പാർക്കുകളൊക്കെയാണ്. കാസിരംഗ, മനാസ് ഓറഞ്ച്, നമേരി, ദിബ്രു സൈക്കോവ. SRPF കേട്ടിട്ടുണ്ടോ? സ്പെഷ്യൽ റൈനോ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. അതായത് സ്പെഷ്യൽ റൈനോ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന പേരിൽ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സേനയെ രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം അസമാണ്. കാര്യമായിട്ട് ദേശീയ മൃഗം എന്ന് പറയുന്ന കാണ്ടാമൃഗമാണ്. അപ്പോൾ സ്പെഷ്യൽ റൈനോ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന പേരിൽ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സേനയെ രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ച സംസ്ഥാനമാണ് അസം. മനാസ് ദേശീയോദ്യാനത്തിലായിരുന്നു സ്പ്രിംഗ് ഫെസ്റ്റിവൽ. അത് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അസമാണ്. എട്ടാമത്തെ ചോദ്യം, which state government received the prestigious SKOCH award for its initiative ശാസൻ അപ്ലിയാദാരി? അതായത് ഗവൺമെന്റ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ് എന്നാണ് അർത്ഥമാക്കുന്നത്. SKOCH അവാർഡ് കിട്ടിയ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? മഹാരാഷ്ട്ര ഗവൺമെന്റിനാണ്. മഹാരാഷ്ട്ര ഗവൺമെന്റ് റിസീവ്ഡ് ദ പ്രസ്റ്റീജിയസ് SKOCH അവാർഡ് ഫോർ ഇറ്റ്സ് ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലെ പുതിയ ചീഫ് മിനിസ്റ്റർ ആരാണ് നമ്മൾ പഠിച്ചായിരുന്നു? ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് നമ്മൾ പഠിച്ചായിരുന്നു. മഹാരാഷ്ട്രയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്? ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. എന്താണ് അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യവസായികമായിട്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് ഏത്? മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഇന്ത്യയുടെ പവർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ്. പാഴ്സി മതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്. അതുപോലെ തന്നെ ജൈന മതക്കാർ. അപ്പോൾ അവിടെ ബുദ്ധമതക്കാർ കൂടുതലാണ്, പാഴ്സി മതക്കാർ കൂടുതലാണ്, ജൈന മതക്കാരും അവിടെ വളരെയധികം കൂടുതലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ സംസ്ഥാനമാണ്. ജനസംഖ്യ കൂടിയ 2ാമത്തെ സംസ്ഥാനമാണ്. സംസ്ഥാന അസംബ്ലി ഹാളിൽ മൊബൈൽ ഫോൺ നിരോധിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനമാണ്. നിലവിൽ വന്നത് 1960 മെയ് 1 സംസ്ഥാന മൃഗം ഇന്ത്യൻ ജയന്റ് സ്ക്വാറലാണ്. സംസ്ഥാന പക്ഷി യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ ആണ്. സംസ്ഥാന പുഷ്പം ജരൂൾ. ഓക്കെ, അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യം, വിച്ച് കൺട്രി ഹാസ് ഡെവലപ്ഡ് ദ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ RS-28 സർമത്ത്? ഏത് രാജ്യമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ദ റൈറ്റ് ആൻസർ ഈസ് റഷ്യ. റഷ്യ ഹാസ് ഡെവലപ്ഡ് ദ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ RS-28 സർമത്ത്. അടുത്ത ചോദ്യമാണ്, അവസാനത്തെ ചോദ്യമാണ്, 10ാമത്തെ ചോദ്യമാണ്. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് മഹാപരിനിർവൺ ദിവസ് എവരി ഇയർ? എന്നാണ് മഹാപരിനിർവൺ ദിവസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണത്? ഡിസംബർ 6 മഹാപരിനിർവൺ ദിവസ്. എന്താണ് മഹാപരിനിർവൺ ദിവസ് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിസംബർ 6 കറണ്ട് അഫയേഴ്സ്, കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഡിസംബർ 6 എന്ന് പറയുന്നത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒരു ദിവസമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡേറ്റ് ആണ് ഡിസംബർ 6 എന്ന് പറയുന്നത്. എന്താണ്? ഡെത്ത് ആനിവേഴ്സറി ഓഫ് അംബേദ്കർ. അപ്പം അംബേദ്കറിന്റെ ഡെത്ത് ആനിവേഴ്സറി ആണ് നമ്മൾ മഹാപരിനിർവൺ ദിവസമായിട്ട് ആചരിക്കുന്നത്. അതെന്നാണ്? ഡിസംബർ 6 ഡിസംബർ 5 പ്രത്യേകത എന്താണ്? വേൾഡ് സോയിൽ ഡേ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഡിസംബർ 5 വേൾഡ് സോയിൽ ഡേ ആണ്. ഡിസംബർ 6 എന്ന് പറയുന്നത് മഹാപരിനിർവൺ ദിവസമാണ്. ആരുടെ ഡെത്ത് ആനിവേഴ്സറി ആണ് അന്ന്? ആരുടെയാണ്? അംബേദ്കറിന്റെ ഡെത്ത് ആനിവേഴ്സറി ആണ് ഡിസംബർ 6 എന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പോൾ എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഡിസംബർ മാസത്തിലെ മുഴുവൻ കാര്യങ്ങളും നമ്മളിന്ന് പറഞ്ഞത് ഡിസംബർ 1 തൊട്ട് 31 വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.